ഗായ്സ്, വെൽക്കം ടു മൈ വ്ളോഗ്. ഇന്നിപ്പോൾ നമ്മൾ പോകുന്നത് ഇവിടുത്തെ ഒരു ഫേമസ് ആയിട്ടുള്ളൊരു സ്പോട്ടിലോട്ടാണ്. മത്ര കോണിഷ് എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ളൊരു ഏരിയ ആണത്. അപ്പം നമ്മളൊരു ഫ്രൈഡേ ഈവനിങ് ആകുമ്പോൾ നമ്മൾ വിചാരിച്ചു നമുക്കൊന്ന് അവിടെ പോയി കളയാമെന്ന്. കാരണം ഞാൻ ഓൾറെഡി അവിടെ പോയിട്ടുണ്ട്, അച്ഛൻ പോയിട്ടില്ല. അമ്മ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും നമ്മളോട് അവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഇതാണ് പോമ്പുള്ള കാഴ്ചകൾ. ഇവിടെ ഓൾമോസ്റ്റ് എല്ലാ സ്ഥലവും ഈ മൗണ്ടെയിൻ പോലെയാണ്. ഞാൻ കേട്ടിട്ടുണ്ട് ഒമാൻ ഉണ്ടായത് കടൽ ഉൾവെലിന് പോയിട്ടാണ് ഒമാൻ എന്നൊരു കൺട്രി ഉണ്ടായത് എന്ന് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. അത് ഉള്ളതാണോ അറിയില്ല, പക്ഷെ അങ്ങനെ ഞാൻ കുറേ ആൾക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഇതെങ്ങനെ ഈ ഡ്രൈ ആയിട്ടുള്ള ഈ പ്ലേസിൽ ഇങ്ങനെ മരമൊക്കെ വളരുന്നതെന്ന്. പക്ഷേ അതിൻ്റെ ബാക്കിൽ കുറേ കാര്യങ്ങളുണ്ട്. ഇതൊക്കെ അവർ ഡെയിലി വെള്ളമൊക്കെ നനച്ചുണ്ടാക്കിയതാ പോലും. അങ്ങനെ ഞങ്ങൾ മത്രേൻ്റെ ബാക്ക് പോർഷനിലെത്തിയിട്ട് നമ്മൾ ബാക്കിലോട്ടാണ് മത്രേൻ്റെ കയറിയത്. കാരണം എൻ്റെ ഹസ്ബൻഡ് അവിടെയാണ് നമ്മൾ ഡ്രോപ്പ് ചെയ്തിട്ട് പോയത്. അങ്ങനെ മത്രേൻ്റെ ഉള്ളിലോട്ട് കയറുമ്പോൾ കണ്ടൊരു ഷോപ്പാണിത്. ഇവിടെ ഓൾമോസ്റ്റ് എല്ലാം സിൽവർ ജ്വല്ലറീസാണ്. നാട്ടിലത്തെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ റേറ്റും കുറച്ച് കുറവായിരുന്നു. നമ്മളിങ്ങനെ അമ്മ പറയുന്നുണ്ടായിരുന്നു അച്ഛൻ്റെ അടുത്ത്, വെഡിങ് ആനിവേഴ്സറി ഓർ ബർത്ത്ഡേ വരുന്നുണ്ട്, അപ്പോൾ എനിക്ക് എന്തായാലും വാങ്ങിത്തരണം എന്നൊക്കെ. അങ്ങനെ അവിടെ കണ്ടൊരു കടയിൽ നിന്ന് ഞാൻ കുറച്ച് വീഡിയോ ക്ലിപ്സൊക്കെ എടുത്തു. അങ്ങനെ നമ്മൾ അതിൻ്റെ ഫ്രണ്ട് പോർഷനിലെത്തി. അതാണ് ഞാൻ പറഞ്ഞ കിങ്ങിൻ്റെ കപ്പൽ. അതിൻ്റെ തൊട്ട് നിയറായിട്ടുള്ളതാണ് ഏതൊരു ഫോറിനേഴ്സ് വന്ന ഒരു ഷിപ്പാണ്. ഇതാണ് ഒരു വാക്ക് വേ പോലെയാണിത്. അങ്ങേ സൈഡ് വരെ ഉണ്ട്, കുറേ നടക്കാനുണ്ട്. നമ്മൾ അങ്ങേ സൈഡ് വരെ പോയിട്ടുണ്ടായിരുന്നു. അതിനെക്കാട്ട് മുമ്പ് ഞാൻ നിങ്ങൾക്കൊരു കോമഡി പറഞ്ഞുതരാം. ഈ മത്ര കോണിഷിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഞാനും അമ്മയും ഒരു ദുർമന്ത്രവാദം നടക്കുന്ന പോലത്തെ ഒരു കടേൻ്റെ ഉള്ളിലോട്ട് പോയി. ആ കടേൻ്റെ വീഡിയോ ഉണ്ടെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ ഇടാം. ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു കട. മീൻസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എല്ലാം ഒരു ആൻറ്റിക് പീസാണ് കംപ്ലീറ്റ്ലി ഉള്ളത്. പക്ഷെ നമുക്ക് ഫസ്റ്റ് കാണുമ്പോൾ ഓ മൈ ഗോഡ്, നമ്മൾ എവിടെയാണ് കയറിപ്പോകുന്നതെന്നൊരു തോന്നൽ വരും. കണ്ടോ എന്തൊക്കെയോ തൂക്കിയിട്ടിട്ട്. അപ്പോൾ എനിക്കതായിരുന്നു അത് കണ്ടപ്പോൾ തോന്നിയത്. ഞാനും അമ്മയും അങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ കയറിയ ടൈമിൽ നമ്മൾ അച്ഛൻ അവിടെ പുറത്ത് നിൽക്കുന്നുണ്ടാവുന്നേ നമ്മൾ വിചാരിച്ചത്. ലാസ്റ്റ് നമ്മൾ എന്നിട്ട് പുറത്തിറങ്ങുമ്പോൾ അച്ഛനെ കാണുന്നില്ല. അച്ഛനെ എവിടെ വെച്ചിട്ടാണ് നമ്മൾ നോക്കുക. അച്ഛൻ്റെ കയ്യിൽ ഇപ്പോൾ ഒമാൻ്റെ സിമ്മൊന്നും ഇല്ല. സോ അച്ഛനെ കാണുന്നില്ല. നമ്മൾ കുറേ നോക്കി. നമ്മളങ്ങനെ ആ മത്ര സ്റ്റാർട്ടിങ് പോയിന്റ് ടു എൻഡിങ് പോയിന്റ് വരെ നമ്മൾ നോക്കി. ഈ മത്രയിൽ പോയവർക്ക് അറിയാൻ പറ്റും, കുറേ വഴിയുണ്ട് അതിൻ്റെ അകത്ത് എൻട്രി ചെയ്യാനും പുറത്തോട്ട് ഇറങ്ങാനും. എന്നിട്ട് അറ്റ് ലാസ്റ്റ് അച്ഛനെ നമ്മൾ ഈ കടേൻ്റെ മുന്നിൽ തന്നെ പിന്നെയും നമ്മൾ തിരിച്ചു വന്ന്. അപ്പോൾ ഈ കടേൻ്റെ മുന്നിൽ തന്നെ അച്ഛൻ നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അച്ഛനെ കിട്ടി. അപ്പം ഇതിപ്പം ഞാൻ പറയുമ്പോൾ സിമ്പിളായിട്ട് തോന്നും, പക്ഷെ ആ ഒരു ടൈമിൽ നമുക്ക് ജസ്റ്റ് ഭയങ്കരമായിട്ട് നമ്മൾ പേടിച്ചു പോയി. കാരണം അച്ഛനെ കാണുന്നില്ല. ഇനി അച്ഛനെ എവിടെ പോയി തപ്പണം നമ്മളിങ്ങനെ വിചാരിച്ച്. ഞാനും അമ്മയും ഉണ്ടായിരുന്നുള്ളൂ, എൻ്റെ ഹസ്ബൻഡ് ഉണ്ടായിരുന്നില്ല. അവൻ്റെ ഓഫീസ് ഡാർ സൈറ്റിലാണ് വരുന്നത്. അപ്പോൾ അവനെന്തോ ഒഫീഷ്യലി കാര്യത്തിന് വന്നപ്പോൾ നമ്മളവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് പോയതാണ്. ഞാൻ എന്തൊക്കെയോ പറയുന്നുണ്ട്, പക്ഷെ അതൊന്നും ക്ലാരിറ്റി ഇല്ലാത്തത് കൊണ്ട് ഞാനതൊന്നും ഇതിൻ്റെ അകത്ത് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അങ്ങനെ നമ്മൾ കുറച്ച് സമയം അതിലൂടെയൊക്കെ നടന്ന് കുറച്ച് സമയം അവിടെ ഇരുന്ന് അങ്ങനെ കുറേ ടൈം നമ്മൾ പോക്കേണ്ടി വന്നു. കാരണം എൻ്റെ ഹസ്ബൻഡ് വരുന്ന വരെയുള്ള ടൈം നമുക്ക് അവിടെ സ്പെൻഡ് ചെയ്യണമായിരുന്നു. സോ നമ്മൾ അവിടെ തന്നെ കുറേ കാര്യങ്ങളിങ്ങനെ നോക്കി നടന്ന് അവിടെ നിന്ന് ലാസ്റ്റ് അങ്ങനെ നോക്കുമ്പോൾ നല്ല തണുപ്പായിരുന്നു. ഈ ഒരു വീഡിയോ ഞാൻ മസ്കറ്റിൽ വന്നപാടുള്ള ഒരു വീഡിയോ ആണ്. പക്ഷേ ഞാനതിപ്പാണ് എഡിറ്റൊക്കെ ചെയ്തിട്ടൊരു യൂട്യൂബ് വീഡിയോ ആക്കണമെന്ന് വിചാരിച്ചത്. സോ അപ്പം നല്ല തണുപ്പുള്ള ടൈമായിരുന്നു ഞാൻ വന്നപാട്. അപ്പം നല്ല തണുപ്പായിരുന്നു. അങ്ങനെ അവിടെ ഒരു ലൈറ്റ് ഷോ ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ അത് കാണാൻ വേണ്ടി പോയി. ലൈറ്റ് ഷോ മീൻസ് വലിയൊരു ഷോ ഒന്നല്ല, ബട്ട് അവിടെ ഇങ്ങനെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുന്നവർക്ക് കാണാൻ കുറച്ച് നല്ല രസമുണ്ടായിരുന്നു. എൻ്റെ ബേബിക്ക് ഈ ലൈറ്റൊക്കെ കാണുമ്പോൾ ഭയങ്കര അതിശയമായിരുന്നു. മീൻസ് അവനിങ്ങനെ ഓവറായിട്ടുള്ള ഇങ്ങനത്തെ ലൈറ്റൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ അവൻ ആദ്യമായിട്ട് ഇതൊക്കെ കാണുമ്പോൾ കുറേ സമയം അത് നോക്കി നിന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ പോയത് എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലോട്ടാണ്. നമ്മൾ വരുന്നതെന്ന് അവളുടെ അടുത്ത് ഓൾറെഡി പറഞ്ഞിട്ടൊന്നുമില്ല. ഇനിയിപ്പോൾ സ്ഥലവും ഇതൊക്കെ ഗൂഗിളിൽ നോക്കി കണ്ടുപിടിക്കണം എവിടെയായിരുന്നത്. ഈ വീഡിയോയിൽ ഞാൻ എൻ്റെ ഫ്രണ്ടിനെ എന്തായാലും കാണിച്ചു തരുന്നതായിരിക്കും. ഇനിയിപ്പം ഒരു സർപ്രൈസ് കൊടുക്കാമെന്ന് വെച്ചിട്ടാണ് പോകുന്നത്. നോക്കാം. ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ വീട്ടിലാണ്. Like, share, and subscribe.